ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ പെരും നദിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദം ഗതിയേ, അടിയനു നിൻ കൃപമതിയേ. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ വിൻസെന്റ് റാഫേൽ, തൃശൂർ. കർത്താവിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ വായിക്കുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. നാം വായിച്ച സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയിൽ ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു. അവൻ്റെ ദാസന്മാർ ആ നിലം ഉഴുതുമറിച്ച് ആ ഫലഭൂയിഷ്ടമായ നിലത്ത് നല്ല വിത്തുകൾ വിതച്ചു. വിത്ത് വിതച്ചതിന് ശേഷം പിന്നെ അത് മുളച്ചു വരുന്നതുവരെ അവർ ആ നിലത്തെ ശ്രദ്ധിച്ചില്ല. അവരുടെ ദാസന്മാർ ഉറങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. അവർ വിത്ത് വിതച്ച നിലത്തെക്കുറിച്ച് കുറച്ചു ദിവസം അശ്രദ്ധരായിരുന്നു. അപ്പോഴാണ് ശത്രുവായിട്ടുള്ളവൻ വന്ന് കോതമ്പിൻ്റെ കൂടെ കളയും വിതച്ച് പൊയ്ക്കളഞ്ഞത്. സാധാരണ പഴയ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും ഉണ്ടാകാം, ശത്രുക്കളായി തോന്നുന്നവരുടെയും തങ്ങൾക്ക് എതിർ നിൽക്കുന്നവരുടെയും നിലങ്ങളിൽ കളയോ വിഷവിത്തോ വിതയ്ക്കുക ചെയ്യാറുണ്ട്. ആ മനുഷ്യൻ്റെ കൃഷി നശിപ്പിക്കുക, ഫലം കുറച്ചു കളയുക എന്ന ഉദ്ദേശത്തോടെ ചെയ്യുന്ന ദുഷ്ടപ്രവൃത്തികളായിരുന്നു അത്. ഞാർ വളർന്ന് കതിരായപ്പോഴാണ് ആ കളയും വെളിപ്പെട്ടു വന്നത്. അവൻ്റെ ആ യജമാനൻ്റെ ദാസന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കുന്നു. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യജമാനൻ പറയുന്നത്, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് യജമാനൻ മറുപടി പറയുന്നുണ്ട്. ശത്രു വന്ന് കള വിതപ്പാൻ അവസരമുണ്ടായി. അവരുടെ ദാസന്മാർ അവരുടെ അനാസ്ഥയിൽ അവർ ഉറങ്ങിപ്പോയി എന്ന് നാം അറിയുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് കോതമ്പിൻ്റെ കൂടെ കളയും വിതച്ച് പൊയ്ക്കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ആത്മീയരായ നമ്മുടെ ഉറക്കവും മയക്കവും നമ്മിൽ നിന്ന് നമ്മുടെ ആത്മീയമായിട്ടുള്ള പരിസര ബോധത്തെ അകറ്റിക്കളയുന്നു. നമ്മുടെ ആത്മീയമായ സാഹചര്യങ്ങളെ നാം മറന്നുപോകുന്നു. പാപത്തിൻ്റെ കെണിയിൽ പലപ്പോഴും വീണുപോകുന്നതായിട്ട് കാണാം. ആത്മീയമായുള്ള സന്തോഷം നമ്മിൽ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതകളുണ്ട്. ആത്മീയമായ വിഷയങ്ങൾക്ക് താല്പര്യമില്ലാതെ പോകുന്നു. ആത്മീയ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല. കർത്താവിന് പ്രസാദമാകും വണ്ണം അനുദിനം ജീവിക്കണമെന്നത് നമ്മിൽ നിന്ന് മാറിപ്പോകുന്നു. പിശാചായിട്ടുള്ളവൻ്റെ താല്പര്യങ്ങൾ നമ്മിൽ ഏറി വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായുള്ള കളകൾ ഉയർന്നു വരികയും അത് നമ്മുടെ ആത്മീയതയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മീയമായ ഉറക്കവും മയക്കവും എത്രമാത്രം കളകളാണ് നമ്മുടെ ജീവിതത്തിൽ വളരുവാൻ ഇടയാക്കിയിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കളകൾ എത്രമാത്രം ഉണ്ട് എന്നത് ഞാൻ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. യജമാനൻ നല്ല വിത്താണ് നമ്മിൽ വിതച്ചിരിക്കുന്നത്. നല്ല വിത്തിൽ നിന്ന് നല്ല ഫലങ്ങൾ പുറപ്പെടേണ്ടത് ആവശ്യമാണ്. നല്ല കരുത്തുള്ള, ശക്തിയുള്ള, യജമാനന് സന്തോഷം നൽകുന്ന, പുഷ്ടിയുള്ള കതിരുകളാണ്, ഫലങ്ങളാണ് എന്നിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അത് 30, 60, 100 മേനിയായി ഫലം കായ്ക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്, ദൈവമക്കൾ എന്ന ശ്രേഷ്ഠ പദവി തന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ എപ്രകാരമായിരിക്കുന്നു? ആത്മീയമായിട്ടുള്ള ഒരു ഫലസമൃദ്ധിയിലാണോ ഞാൻ ജീവിക്കുന്നത്? ഒരു സ്വസ്ഥതയുടെ അനുഭവം എന്നിൽ ഉണ്ടായിരിക്കുന്നുവോ എന്ന് പരിശോധിപ്പാൻ ഇടവരട്ടെ. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് ദൈവം ഇത് അരുളി ചെയ്യുന്നത്. ദൈവം അവർക്ക് ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. ഇസ്രായേൽ ജനം തിരഞ്ഞെടുക്കപ്പെട്ടത് കൃപയാലാണ്, അല്ലാതെ ഏതെങ്കിലും പ്രവൃത്തികളുമായി ഉടമ്പടി ചെയ്തിട്ടല്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ജനമായി തീർന്നത് പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലായിരുന്നുവെങ്കിൽ സൗജന്യമായി കൈവന്ന കൃപ വ്യർത്ഥമായി പോകുമായിരുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 30-33 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ആകയാൽ
എന്തു പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലെത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെട്ട നീതീകരണം അവർക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അവർ നിരന്തരം വായിച്ചും പഠിച്ചും കൊണ്ടിരുന്ന ദൈവവചനം അവരെ ഉണർത്തേണ്ടതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചും യേശുക്രിസ്തുവിനുള്ള പാപമോചനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ അവരെ ബോധ്യമാക്കേണ്ടതായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൽ അവർ വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ കർത്താവ് അവരോട് പറഞ്ഞത്, മോശെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്നാൽ അവൻ്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത മശിഹയെ, രക്ഷകനെ അവർക്ക് തിരിച്ചറിയാതെ പോയി. പ്രവാചക വാക്യങ്ങളിലൂടെ എഴുതപ്പെട്ടിരിക്കുന്ന യേശുക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനായി, പാപമോചകനായി അവർ കണ്ടില്ല. അവരെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തേണ്ട, അവർ നിരന്തരം വായിച്ചുകൊണ്ടിരുന്ന ദൈവവചനം തന്നെ അവരെ അന്ധരാക്കി കളഞ്ഞു. യേശുവിനെ മശിഹയായും രക്ഷിതാവുമായി അവർ കണ്ടില്ല. അവർക്ക് കാണുവാനുള്ള കാഴ്ച നഷ്ടപ്പെട്ടു. അവർ ആത്മീയ ബധിരരായി തീർന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നാം വായിച്ചറിയുന്നത്, അവർക്ക് കൊടുത്ത മേശ അല്ലെങ്കിൽ അവരുടെ സമൃദ്ധി അവർക്ക് ഒരു കെണിയും കുടുക്കും ഇടർച്ചയും ശിക്ഷയ്ക്കും കാരണമായി തീർന്നു എന്നാണ്. അതിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പ് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കൃപ ലഭിച്ചു. യേശു ക്രിസ്തുവിലുള്ള പാപമോചനവും രക്ഷയും കൈവന്നു. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും നമ്മെ നിരന്തരം കർത്താവിൻ്റെ മഹത്വത്തിനായി ജീവിപ്പാൻ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം നിരന്തരമായി വായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവചനം, അത് അതിൻ്റെ വായനയിലൂടെയും ധ്യാനത്തിലൂടെയും അതിൻ്റെ കേൾവിയിലൂടെയും നാം അത് അനുദിനം അറിയുന്നു, നാം അനുദിനം മനസ്സിലാക്കുന്നു. നമ്മുടെ മയക്കവും ഉറക്കവും ഇസ്രായേൽ ജനത്തെ പോലെ നമ്മയും ഗാഠനിദ്രയിലാക്കി ഇരിക്കുന്നുവോ എന്ന് നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ പരിശോധിപ്പാൻ ഇടവരട്ടെ. ഇസ്രായേൽ ജനത്തിന് അവരുടെ മേശ, അവരുടെ സമൃദ്ധി, അവരുടെ ധനമൊക്കെ അത് അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും ആയിത്തീർന്നതുപോലെ നമുക്കും ആയിത്തീരുവാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിലുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന് 36-37 വാക്യങ്ങളിലൂടെ നാം വായിച്ചു വരുമ്പോൾ, ഒരു യജമാനൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവരവർക്ക് അതത് വേലയും കൊടുത്തു. തൻ്റെ വാതിൽക്കാവൽക്കാരോട് ഉറങ്ങാതെ ഉണർന്നിരിപ്പാൻ കൽപ്പിച്ചു. കാരണം ആ യജമാനൻ എപ്പോൾ തിരിച്ചെത്തുമെന്ന് അറിയാത്തതുകൊണ്ട് കാവൽക്കാരോട് ഉറങ്ങാതെ ഉണർന്നിരിപ്പാനായിട്ടാണ് കൽപ്പിച്ചത്. നാം വായിക്കുന്നത്, അവൻ പെട്ടെന്ന് വന്ന് നിങ്ങളെ ഉറങ്ങുന്നവരായി കണ്ടെത്താതിരിക്കേണ്ടതിന് ഉണർന്നിരിപ്പിൻ എന്നാണ്. ഉണർന്നിരിക്കുന്നവർക്ക് മാത്രമേ യജമാനൻ്റെ വരവ് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാസന്മാരോട് തൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കാൻ എന്ന് കൽപ്പിച്ചിട്ടാണ് യജമാനൻ യാത്രയ്ക്ക് പോയിരിക്കുന്നത്. രാത്രിയുടെ ഏത് യാമത്തിലും അവൻ മടങ്ങി വരാം. രാത്രി കാവൽക്കാരായി സേവനമനുഷ്ഠിക്കുന്ന അവൻ്റെ ദാസന്മാർ ഉറങ്ങുന്നവരായി കാണുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഉണർന്നിരിക്കുവാനായിട്ട് കൽപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്ന പ്രത്യാശയോടെ നാം കാത്തിരിക്കുകയാണ്. നാം ഉറങ്ങാതെ മയങ്ങാതെ ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കാം, ഉത്സുകരായിരിക്കാം. കർത്താവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.